Hi guys, welcome back to my channel. അപ്പോൾ ഞാൻ മക്കളെ സ്കൂൾ ഇട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഋതുവിനാണ് വിടുക, ഓനെ 3:30 വിടും, കഴിഞ്ഞിട്ട് റിഫുവിന് വിടുക. അപ്പോൾ ഋതു ഇതാക്കണ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടിട്ട് ചിരിച്ചിങ്ങനെ ഓടി വരുന്നുണ്ട് അവന്. അത് കഴിഞ്ഞ് ഇതാക്കണ നമ്മളെ റിഫുട്ടനെ വിട്ടിട്ടുണ്ട്. 3:45 റിഫുവിന് വിടല്. എന്താ കണ്ട് മാല മാല പെൺകുട്ടിയാണല്ലോ മാല. ആൺകുട്ടികളെ മാല ഇടുന്നില്ല, പെൺകുട്ടികളെ മാല ഇടും. പലരല്ലേ ആനയോ? ഉമ്മച്ചിനെ ആണിയാക്ക്. എന്തിനുമ്മച്ചിനെ ആണിയാക്കണേ? ആണോ? അതിന്റെ ഇടയിൽ റിഫ് കളിക്കാൻ പോയിട്ട് വീണ് കാണ്ടതാക്കണ്. കാലിന്റെ മുട്ടൊക്കെ നല്ല മുറിവായിട്ട്. എന്റെ മുറിവ് കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഒരു 4-5 സ്റ്റിച്ച് എന്തായാലും ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉള്ളിലേക്ക് എന്തെങ്കിലും പറ്റിയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ റിഫുവിന് ചായയും പഴംപൊരിയും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചായയും പഴംപൊരിയും വേണ്ടി അപ്പം നല്ല ടേസ്റ്റുള്ള പഴംപൊരിയും അതുപോലെ തന്നെ പരിപ്പ് വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പഴംപൊരിയും പരിപ്പ് വടയും അത് മതി പറഞ്ഞു. എനിക്കും പഴംപൊരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും നല്ല പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല അടിപൊളി ചായയും കിട്ടിയിരുന്നു. അപ്പം എന്തായാലും നമുക്കിത് കുടിച്ചിട്ട് കാണാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പ്രസവിച്ച സ്ഥലത്തേക്ക് കുട്ടിനെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് പോയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു റിലേറ്റീവിൻ്റെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ 2 മാത്രം പോകുന്നത് കേട്ടോ. കാരണം ഒരാളെ കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ രസമായിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഫേവറേറ്റ് സാധനമാണ് എനിക്ക് വേറെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കടയിൽ കയറി കേട്ടോ. പ്രസവിച്ചെടുത്തേക്ക് പോയല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ട. അപ്പം നമ്മളങ്ങനെ കടയിൽ കയറിയതാണ്. അപ്പോൾ കേസ് നമ്മൾ കരിമ്പുഴ എന്ന് പറഞ്ഞാൽ ഇവിടെ നിലമ്പൂർ തന്നെയാണ്. തേക്കും മ്യൂസിയമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അവിടെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. നല്ല രസമാണ്, കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നടന്നിങ്ങനെ രസമായിട്ട് പോരാ വിചാരിച്ചു. മറ്റേ അവിടുന്ന് ഓട്ടോക്ക് പോകാനത്രല്ല, കുറച്ചുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നടക്കാൻ വിചാരിച്ച് നല്ല വെറുതെ രസമായിട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. നടക്കാം കേട്ടോ. അപ്പോൾ കേസ് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ പാമ്പ്, പെരുമ്പാമ്പിനൊക്കെ പിടിക്കലുണ്ട് കാരണം. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാടിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ വീട്. പക്ഷെ അവിടെയും ഇവിടെയൊക്കെ ഓരോ വീടുകളുണ്ട്. ഫുള്ളായിട്ട് കാടല്ല, കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു വഴിയാണ്. മാത്രമല്ല കുറേ ആദിവാസികളെ കണ്ടിട്ടോ. ആദിവാസികളെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും കുറച്ചും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മളെ അസല് നിലമ്പൂർ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിലൂടെ പ്രവേശനം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കൂടൊക്കെ പോയി കാണിച്ചു തന്നിന്. ഒരെണ്ണത്തേക്ക് മാത്രമേ ഉള്ളൂ കണ്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇട്ടത്. നമ്മൾ കനോലി പ്ലോട്ടിക്കൊക്കെ പോണ ആ ഒരു ഫീലല്ലേ, അതിങ്ങനെ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ റോഡാണ്. ഭംഗിയുള്ളൊരു കുളം ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ കുളമല്ല, വേറെ എന്താണ് അതിന് പറയാ. ഇത് കുളമല്ല, ഇതെന്ത് സംഭവം, ചപ്പോ എന്തൊരു സാധനം. എന്തായാലും നല്ല രസമുണ്ട് അവിടെ കാണാൻ. പക്ഷെ ഇതിൽ കൂടെ പോയാലേ പാമ്പുണ്ടാവുക പേടിയാണ്. അതേ പോയി ധാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ ഇതാക്കുന്നത് ഇവിടെ നല്ല രസമുണ്ടല്ലോ സ്ഥലം. ആകാശവും ഈ ചെടികളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാന്. നല്ല തോടുകളും നല്ല രസമുള്ള സ്ഥലം അല്ലേ. സംഭവം നാളെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ ഇന്ന് കാറിലായിരുന്നു. ഇപ്പൊ നടന്നു പോന്നിട്ട് കുറേ ഒന്നുമില്ല, കുറച്ചുള്ളൂ നടക്കാൻ തോന്നുന്നു. എന്തായാലും വീടെത്തുണ്ടോ നോക്കട്ടെ. എന്താ മോനെ? എവിടെ? എങ്ങനെയുണ്ട് ഇവിടെ കാടിൻ്റെ ഉള്ളിൽ താമസം? അടിപൊളിയാ? ഇഷ്ടമാണോ? ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? കരുമ്പുഴ. നിങ്ങൾ തേക്കും മ്യൂസിയത്തൊക്കെ ഉണ്ടോ? അവിടെ അടുത്തല്ലേ? പോലുണ്ടോ?
എപ്പോഴും പോവോ? എങ്ങനെയുണ്ട് നടന്നിട്ട്? നല്ല രസമുണ്ട് നടന്നിട്ട്. സംഭവം കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ മക്കളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പോണേന് കുഴപ്പമില്ല. എല്ലാവരും കൊണ്ടാകുമ്പം കുട്ടികളൊക്കെ കൊണ്ടാണെങ്കിൽ റിസ്ക്കാണ് അല്ലേ എത്ര നടക്കാൻ. നമ്മൾ ചെന്ന ടൈമിൽ നമ്മളെ ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗെയ്സ്, ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നല്ല കിടിലം പ്രൊഡക്റ്റാണ്. നമ്മുടെ മുടിക്കൊഴിച്ചിൽ, താരന്, ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിട്ട് നമുക്ക് അടിപൊളി, നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റാണ് അലോയിൻ ഹെയർ കെയർ ഓയിൽ. അപ്പോൾ കിടിലം പ്രൊഡക്റ്റാണ് കേട്ടോ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. 100% നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക അലോയിൻ ഹെയർ കെയർ ഓയിൽ.